വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം ഏത്? ഗോഡ്സ് ആൻസർ പറഞ്ഞേക്കുകയാണ് ചീപ്പ്. പച്ചവെള്ളം. അമ്മയോട് ഇരിക്കുക പറയുന്ന രാജ്യം. എന്ത് പരിഭവം മെല്ലയോതി വന്നുവോ. 2 ദിവസം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്നും പറഞ്ഞാണ് ഇവിടെ പ്രീതി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗോഡ്സൺ 1 ക്വസ്റ്റിന്റെ ആൻസറും വിജിൻ 2 ക്വസ്റ്റിന്റെ ആൻസറും. ഇന്നത്തെ നമ്മുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ മത്സരിക്കുന്നവരെ ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പേര്? പ്രീതി. പ്രീതി. വിജിൻ. വിജിൻ. ഗോഡ്സൺ. ഗോഡ്സൺ, ഗോഡിന്റെ സൺ. ഓക്കെ, ഗോഡ്സൺ. അപ്പോൾ നമ്മുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലെ കുറച്ച് റൂൾസ് ഉണ്ട്, പറയാം. ഞാൻ ആകെ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്, അല്ലാതെ PSC ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആർക്കാണെങ്കിലും പറയാം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവർ വിജയി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? 1ാമത്തെ ക്വസ്റ്റ്യനെ. ഇതിൽ പാട്ടോടെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുമോ എല്ലാവരും? പാട്ട് പാടണം കേട്ടോ, ഒരു പാട്ടെങ്കിലും പാടണം, എന്തെങ്കിലും മോശമാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം ഏത്? വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം. പറഞ്ഞോ, ആലോചിച്ച് പറഞ്ഞു. ക്ലൂ തരാം, നമ്മളെ കൂടെ എപ്പോഴും കാണും ഇത്. കൂടുതലും ഈ സൂര്യൻ വരുമ്പോഴാണ് കാണുന്നത്. പറഞ്ഞോ, സൂര്യൻ നമ്മുടെ കൂടെ വരുമ്പോഴാണ് ഇത് കൂടുതലും. കറക്റ്റ്. പ്രീതി ആൻസർ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ധാരാളം പല്ലുകൾ ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും കടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാത്തത് ആര്? ചീപ്പ്. അയ്യോ, ഗോഡിന്റെ സൺ. ഗോഡ്സൺ ആൻസർ പറഞ്ഞേക്കുകയാണ് ചീപ്പ്. താൻ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത്. അതിനേക്കാൾ വലിയ ചീപ്പാണ് നീ. മനുഷ്യൻ ഇത്രക്ക് ചീപ്പാവരുത്. അതെ, ഇരിക്കുന്ന ഇരിപ്പണ്ട എനിക്കൊന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ആൻസർ പറഞ്ഞു. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല, എന്താണത്? പച്ചവെള്ളം. പ്രീതി ആൻസർ പറഞ്ഞു. വീണ്ടും 2ാമത് ആൻസർ പറഞ്ഞേക്കുകയാണ് പച്ചവെള്ളം. അത് തന്നെ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പ്രീതിക്ക് അറിയത്തില്ല. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം ഏത്? രാജ്യം. പ്രീതി ആലോചിക്കുകയാണ്. അടുത്ത നമ്മുടെ വിജയ് പ്രീതിയാകാനാണ് ചാൻസ് കൂടുതൽ. അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം. ക്ലൂ എന്ത് തരുമെന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. ക്ലൂ തന്നാൽ നിങ്ങൾ പറയൂ. അത് അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം. അപ്പോൾ വിജിനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വിജിന് 1 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞേക്കുകയാണ്. 5ാമത്തെ ക്വസ്റ്റിന് പോകുന്നതിന് മുമ്പ് 3 പേരും കൂടെ ഒരു പാട്ട് പാടുമോ? ഗോഡ് അച്ഛൻ മകന് പാട്ട് പാടാനുള്ള കഴിവ് മാത്രം കൊടുത്തിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല, എല്ലാവരോടും ഒരുമിച്ച് പാടിക്കും. എല്ലാവരോടും ഒരുമിച്ച് പാടിക്കും. എടുക്ക്. എവിടെ? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്ത് പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. ത്രിപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. ഓക്കെ, നല്ല രീതിക്ക് പാട്ട് പാടി തന്നു. താങ്ക്സ്. അപ്പോൾ എല്ലാവരും കൂടെ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. നിങ്ങളെന്നെ ക്ലാപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത. അതാണ് നമ്മുടെ പ്രത്യേകത. ഓക്കെ, ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ? 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്നും പറഞ്ഞാണ് ഇവിടെ പ്രീതി ഇരിക്കുന്നത്. കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആര്? സത്യം.
പ്രീതി ആൻസർ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ ഒരു സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു. കാലിൽ പിടിച്ച തോളിൽ കയറുന്നത് ആരും പ്രീതി. ഇനി 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് വെള്ളമാണ് കുടിക്കാനും കഴിക്കാനും കഴിയുന്നത്? കുടിക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. അത് ഏത് വെള്ളമാണ്? ക്ലൂ തന്നാൽ ഇപ്പൊ പറയാം. ഒരു ചെറിയ ഒരു ഫ്രൂട്ടാണിത്. പെട്ടെന്ന് പറഞ്ഞു. കുടിക്കാനും കഴിക്കാനും. വാട്ടർമെലൺ. അപ്പോൾ നമ്മുടെ വിജിൻ 2 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. നമ്മുടെ ഗോഡ്സൺ ഒന്നിനെടുക്കാമേ. അപ്പോൾ നമ്മുടെ ഗോഡ്സൺ 1 ക്വസ്റ്റ്യൻ്റെ ആൻസറും വിജിൻ 2 ക്വസ്റ്റ്യൻ്റെ ആൻസറും പ്രീതി 3 ക്വസ്റ്റ്യൻ്റെ ആൻസറും പറഞ്ഞേക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത് പ്രീതിയാണ്. ഈ ടീമിനൊരു പ്രത്യേകത ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരും ഒരു ക്വസ്റ്റ്യനും മിസ്സാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയ് പ്രീതിക്ക് സമ്മാനം കൊടുക്കണ്ടേ? അപ്പോൾ 3 പേർക്കും വളരെയധികം നന്ദിയുണ്ട് TVയോട് സഹകരിച്ചതിൽ. ഇനി മറ്റൊരു പ്രോഗ്രാമിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.